യോബിന്റെ പുസ്തകം യോബിന്റെ പുസ്തകം 6-ാം അധ്യായം നമുക്കിന്ന് ചിന്തിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, തന്റെ സ്നേഹിതനായ എലിഫസ് പറയുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് യോബ് അത് മറുപടി കൊടുക്കുന്നത്. അത് 6-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുമെന്ന്. അപ്പം അവിടെ നമുക്ക് കാണാൻ പറ്റും, വീണ്ടും യോബ് തുറന്നു തന്നെ തന്റെ ആ രണിയും ആ പെയിനും അതിവേദനയും തന്റെ താൻ അനുഭവിക്കുന്ന ആ തീവ്രമായ കഷ്ടതയും അത് തുറന്നങ്ങ് പറയുകയാണ്. അത് പിന്നെയും താൻ അടക്കി വെക്കാൻ തയ്യാറാകുന്നില്ല. ഇവരെന്ത് ധരിക്കുമെന്നുള്ള ചിന്തയിലൊന്നും യോബ് തന്റെ ആ ജെന്യുവനായ റെസ്പോൺസ്, വളരെ നേരോടുകൂടിയ സത്യസന്ധമായ പ്രതികരണം, അത് താൻ അവിടെ വീണ്ടും തുറന്നു കാട്ടുന്നു. ഇങ്ങനെയൊക്കെ എലിഫസ് പറഞ്ഞെങ്കിലും യോബ് മൗനമാകുന്നില്ല. വീണ്ടും യോബ് വളരെ സത്യസന്ധമായി പച്ചയായി തന്റെ വേദനകളെ പങ്കുവെക്കുന്നതാണ് 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത്. അപ്പം അങ്ങനെ പങ്കുവെക്കുന്ന യോബ് എങ്ങനെയാണെന്ന് ചോദിച്ചാല് വളരെ വികാരഭരിതനായി, വേദനകളാൽ നിറയപ്പെട്ട അതിന്റെ അനന്തര ഫലമായി താൻ സംസാരിക്കുന്നുവെന്നും അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നും തന്റെ ആത്മാവ് ബാധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും തന്റെ എന്താ പറയുക എല്ലാ രീതിയിലും താൻ ദൈവത്താൽ ദൈവം എന്നെ കൊന്നാ മതി. എലിയാവിന്റെ ഒക്കെ പ്രത്യേകത എന്നായിരുന്നല്ലോ, ഇസബേല് കൊല്ലുമെന്ന് പറഞ്ഞപ്പം എലിയാവ് പോയി പ്രാർത്ഥിച്ചെന്തോ, ദൈവമേ നീ തന്നെ എന്റെ ജീവനെ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണേ, കാരണം ഇസബേല് കൊന്ന് എന്നെ ഇവിടെ എന്റെ തല എടുത്തു മാറ്റി കിടക്കാൻ നീ സമ്മതിക്കല്ലേ. ചുരുക്കി പറഞ്ഞാൽ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാതെ തന്നെ ഈ ജീവിതം അവസാനിക്കണം. ദൈവത്തിന്റെ വാക്കുകൾ നിന്ദിക്കുന്നില്ല, ദൈവത്തോട് മറുതലിക്കാൻ തയ്യാറല്ല, ദൈവസന്നിധിയിൽ ഇടറിപ്പാൻ തയ്യാറല്ല, ദൈവത്തെ തള്ളിപ്പറയാൻ തയ്യാറല്ല, എന്നാൽ വേദനയൊട്ട് സഹിക്കാനുമില്ല. ആ അവസ്ഥയൊന്ന് ചിന്തിച്ചേ. അത് നമ്മളെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ പലപ്പോഴും പല രീതിയിൽ, ഞാൻ എപ്പോഴും പറഞ്ഞു, യോഗവുമായി നമ്മുടെ കാർക്ക് നമ്മളെ കമ്പയർ ചെയ്യാൻ കഴിയത്തില്ല എങ്കിലും അതിന്റെ പൊളിച്ചമെങ്കിലും ഒരു ചെറിയ ഭാഗമെങ്കിലും അല്ലെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഈ ഓട്ടത്തിനിടയിൽ ഈ ജീവിതയാത്ര കർത്താവ് പലപ്പോഴും നമ്മളെ അത് സഫർ ചെയ്യാൻ നമ്മളെ അനുവദിച്ചിട്ടുണ്ട്. എങ്ങനെ ഈ വേദനയോട്ട് സഹിക്കാനും വയ്യ, ദൈവത്തോട് തള്ളിപ്പറയാനും വയ്യ, ദൈവത്തോട് വിരോധമായി സംസാരിക്കാൻ വയ്യ, പക്ഷെ എന്നാൽ മിണ്ടാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. അത്രമാത്രം ആത്മാവ് സ്പിരിറ്റ് അഫക്റ്റഡ് ആയി, തന്റെ ഉള്ളം, തന്റെ പ്രാണൻ, താനെന്ന വ്യക്തി അഫക്റ്റഡ് ആവുന്നു. അതുപോലെ തന്നെ വാക്കുകൾ സ്പീക്കിംഗ് ഇമ്പൾസീവ്ലി എന്ന് വെച്ചാൽ ഇവിടെ 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അതിന് യോബ് ഉത്തരം പറഞ്ഞു തന്നാൽ, അയ്യോ, ഈ അയ്യോ വിളി യോബിന്റെ മാത്രമല്ല അല്ലെ, പ്രവാചകന്മാർ പലരും ഈ അയ്യം വിളിച്ചിട്ടുണ്ട്. ഹബക്കൂക്ക് അയ്യോ എന്നാരംഭിച്ച്, യഹോവേ എത്രത്തോളം ഞങ്ങൾ നിലവിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ അവർക്ക് ദൈവത്തെ ഉപേക്ഷിക്കാനും വയ്യ, ദൈവിക പദ്ധതിയിൽ നിന്ന് പുറത്തും പോകണ്ട, മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ ഒരു ജീവിതവും വേണ്ട, അതവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നാൽ അവർ സഹിക്കുന്ന അവർക്ക് നേരിടുന്ന വേദനകളോട്ട് താങ്ങാനും വയ്യ. അങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ എത്രമാത്രം ഇസ്രായേൽ മക്കൾക്ക് ഈ അവസ്ഥ വന്നിട്ടില്ല. അതിലാകെപ്പാടെ വന്നേക്കുന്ന ആർക്കാ? മോശയ്ക്കും കാലേബിനും യോശിക്കും മാത്രമേ വന്നിട്ടുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ എന്തോ പ്രശ്നം, എന്ത് ഹൃദയത്തിൽ തോന്നുന്നു അത് പറയുക, ദൈവത്തോടും എതിർക്കുക. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല, അവരങ്ങ് ഫ്രീ ആവും. നമുക്ക് അങ്ങനെ ഫ്രീ ആകാൻ പറ്റത്തില്ല. അവരുടെ ഹൃദയത്തിൽ തോന്നുന്നതൊക്കെ മോശയോടും പറയും, ദൈവത്തോടും പറയും, എല്ലാവരോടും പറയും, കലഹിക്കും, അതുവരെയുള്ള എല്ലാ ദൈവിക ഉപകാരങ്ങളും മറക്കും. ഇപ്പോഴുള്ള പ്രശ്നം ഏറ്റവും വലുതായി കാണും. ദൈവത്തിന്റെ വാക്കുകളെയോ ദൈവത്തിന്റെ പ്രവർത്തികളെയോ ദൈവമായുള്ള ബന്ധത്തെയോ കാത്തു സൂക്ഷിക്കണമെന്നുള്ള ഒരു പ്രാണവേദന അവർക്കില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. നമ്മുടെ സ്പിരിറ്റ് അഫക്റ്റഡ് ആവുമ്പോൾ, നമ്മൾ ബാധിതരാകുമ്പോൾ, അതേ സമയത്ത് തന്നെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ദൈവമായുള്ള ബന്ധത്തിൽ നിലനിൽക്കണം, ദൈവത്തിന് വിരോധമായി സംസാരിക്കരുത്, ദൈവത്തെ ത്യജിച്ചു പറയുവാൻ, ദൈവത്തിന് കുറ്റം ആരോപിക്കാൻ പാടില്ല. ഈ ഒരു ആത്മീയ ജീവിതം ഇത് വലിയൊരു ഹയർ സ്റ്റാൻഡേർഡ് ആണ്. ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരമാണ്. അതേ സമയത്ത് തന്നെ നാം ബാധിക്കപ്പെടുന്നു, ഖണ്ഡിക്കപ്പെടുന്നു, നമ്മള് നിൽക്കാൻ വയ്യ. ഇതാണ് യോബ് ഇവിടെ പറയുന്നത്. അതിന് യോബ് ഉത്തരം പറഞ്ഞു തന്നത്, അയ്യോ എന്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ, എന്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വെച്ചെങ്കിൽ, അത് കടൽപ്പുറത്തെ മണലിലെ
മണലിനേക്കാൾ അധികം, അത് ഭാരമേറിയത്. അടുത്ത വാക്ക്, അതുകൊണ്ട് എന്റെ വാക്ക് തെറ്റിപ്പോകും. അതുകൊണ്ട് എന്റെ വാക്ക് തെറ്റിപ്പോകുന്നു. ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേലിന് ഒന്ന് അവരങ്ങ് മുന്നമേ ചിന്തിക്കുക, വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വെള്ളം കിട്ടാതെ വരുന്നേ, വെള്ളം ഈ 2 ദിവസം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ, 2 ദിവസം നോക്കിയിട്ട് മാറാം മധുര ഇതാണ്, പിന്നാണ് അവരങ്ങ് സംസാരിക്കും, ഇമോഷണലി ഡ്രിവൺ ആകും. പക്ഷെ യോബ് അങ്ങനെയല്ല. എല്ലാം നഷ്ടപ്പെട്ടു, നഷ്ടപ്പെട്ടേക്കാമെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നഷ്ടപ്പെടുമോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. വേദന വരുമോ എന്നുള്ളതല്ല വിഷയം. നാളെ എന്ത് സംഭവിക്കും എന്നുള്ള അല്ല വിഷയം. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിന് വളരെ ഭയാനകമായ, താങ്ങുവാൻ കഴിയാത്തൊരു ജീവിത സാഹചര്യത്തെ നേരിട്ടുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് അറിയാം ഞാൻ പറയുന്ന വാക്കുകളെല്ലാം നല്ലതാണെന്നും ഇവര് പറയുന്നൊക്കെ ഇവര് വിചാരിച്ചേക്കുന്ന എല്ലാം. അതുകൊണ്ടല്ലേ അവര് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച് ചിന്തിച്ചത്, ഞങ്ങളെല്ലാം പഠിച്ചു, ഞങ്ങളത് ആരാഞ്ഞു നോക്കി, അത് അങ്ങനെ തന്നെയാകുന്നു, നീ അത് കേട്ട് ഗ്രഹിച്ചുകൊള്ളുക. വി ഹാവ് സ്റ്റഡീഡ് ലൈഫ്. ഞങ്ങൾ ജീവിതം പഠിച്ചവരാ. ആൻഡ് ഫൗണ്ട് ഓൾ ദിസ് ടു ബി ട്രൂ. അതൊക്കെ സത്യം തന്നെയാ ഞങ്ങൾ പറയണേ. ഇനി ഒറ്റ കാര്യം നീ ചെയ്താൽ മതി, ലിസൺ ടു മൈ കൗൺസിൽ, ലിസൺ ടു അവർ കൗൺസിൽ. ഞങ്ങൾ ഈ പറയുന്നൊക്കെ നീ അങ്ങ് ഏറ്റെടുത്താ ആൻഡ് അപ്ലൈ ടു യുവർ സെൽഫ്, നീ അതങ്ങ് പ്രായോഗികമാക്കാൻ. പക്ഷെ യോബ് അങ്ങനെയല്ല പറയുന്നേ. യോബ് പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ വാക്കുകളെ എല്ലാരും പറയണമെന്നല്ല. ഞാൻ ഇതൊക്കെ പറയുന്നത് ഇത് എന്റെ അവസ്ഥ, ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീക്കപ്പെട്ടിരിക്കുന്നു. അയ്യോ, എന്റെ ഈ ദുഃഖമെല്ലാം കൂടെ, if my misery could be weighed and my troubles be put on the scales, അതൊന്ന് തുലാസിന്റെ തട്ടിൽ തൂക്കി നോക്കുമ്പോ അത് കടലിലെ കടൽപ്പുറത്തെ മണലിനേക്കാളും അധികമാണ്. അതുകൊണ്ട് that's why I spoke impulsively. അതുകൊണ്ടാണ് ഞാൻ എന്റെ വികാരം, വേദനയുടെ ആധിക്യത്തിൽ ഞാൻ അങ്ങ് സംസാരിച്ചു പോകും. എനിക്കറിയാം ഇങ്ങനല്ല സംസാരിക്കണ്ടേ, എനിക്കറിയാം. പക്ഷെ എന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ അനുഭവിക്കുന്ന വേദനയും ദുഃഖവും എല്ലാം കൂടെ നിങ്ങളൊന്ന് വെയ് ചെയ്ത് നോക്ക്, നിങ്ങളൊന്ന് തൂക്കി നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ അധികമാണ്. അതുകൊണ്ട് എന്റെ വാക്കിലാണ് നിങ്ങൾ എന്നെ വിധിക്കുന്നത്. പക്ഷെ എന്റെ വാക്ക് എന്തുകൊണ്ട് വരുന്നത് നിങ്ങൾ നോക്കുന്നില്ല. അതുകൊണ്ട് എന്റെ വാക്ക് തെറ്റിപ്പോകുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ കാരണത്താൽ ഞാൻ ഇമ്പൾസീവായി സംസാരിക്കുന്നു. അതായത് ഞാനൊന്ന് ചിന്തിച്ചാലോചിച്ച് ഇത് പറയാമോ, അതേ പറയാമോ, പറഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും, ഇങ്ങനൊന്നും ചിന്തിക്കാതെ എന്റെ വേദനകളുടെ, എന്റെ കഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിച്ചു പോകുകയാണ്. ഇത് അവർക്കൊട്ടും സഹിക്കുന്നില്ല. ഇപ്പൊ യോബ് തുടരുകയാണ്. നിങ്ങൾക്കറിയാമോ, യോബ് അവരോട് പറയുക, സർവശക്തന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, അവയുടെ വിഷം എന്റെ ആത്മാവ് കുടിക്കുന്നു. അതാണ് പറയുന്നത്, അഫക്റ്റഡ് ആയി സ്പിരിറ്റ്, പോയിസൺ ഇൻഫെക്ട്സ് മൈ സ്പിരിറ്റ്. നമുക്കറിയാമല്ലോ, ഈ ശരീരം ഇൻഫെക്റ്റഡ് ആയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇൻഫെക്ഷൻ, എല്ലാവരും ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എങ്ങോട്ടാ അത് കണക്ട് ചെയ്യുന്നേ? ബോഡി. പക്ഷെ സ്പിരിറ്റ് ഇൻഫെക്റ്റഡ് ആയാലോ? അങ്ങനെ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മളുടെ ആത്മാവ്, നമ്മുടെ പ്രാണൻ ഇൻഫെക്റ്റഡ് ആയാൽ പറയുക, for the Almighty has struck me down with his arrows. അവൻ എന്താണ്, ഈ സർവശക്തനുണ്ടല്ലോ, അസ്ത്രങ്ങൾ എന്നിലേക്ക് എഴുതിയിരിക്കും. ഈ വാക്കുകളൊന്നും നമ്മള് എന്താ പറയണ്ടേ, നമുക്ക് പറയാമെന്നോ ഇതാണെന്നോ യോബ് ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. ഞാൻ ഈ പറയുന്നത് എന്റെ കഷ്ടതയുടെ ആധിക്യം കൊണ്ടാ. എല്ലാ ഭക്തന്മാരും ഇത് പറയണമെന്നോ, യോബ് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പറയാമല്ലോ എന്നൊന്നും ഫോളോ ചെയ്യാനല്ല. യോബ് തന്നെ വെളിപ്പെടുത്തുക. യോബിന് തോന്നുന്നത് യോബ് പറയുക, അനുഭവിക്കുന്ന വേദനയുടെ ആധിക്യത്തിൽ പറയുക. കാരണം ഒരു ഐഡിയയും ഇല്ലല്ലോ, എന്തുകൊണ്ട് സംഭവിച്ചു, എപ്പോൾ ഇത് അവസാനിക്കും, ഇനി എന്തെങ്കിലും അപ്പുറമുണ്ടോ, ഇന്നലകളിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാ, ഇന്ന് എന്തുകൊണ്ടായി സംഭവിക്കുന്നത്, നാളെ ഇതിലൊരു മാറ്റം വരുമോ, ഒന്ന് ചിന്തിച്ച ദൈവമക്കളെ, ഒരു ഐഡിയയും ഇല്ല.
നമ്മൾ ഈ കേൾക്കുന്ന പോലെ കൂട്ടായ്മയ്ക്ക് വന്ന് വചനം കേട്ടിട്ട് ദൈവിക ബലം ഏറ്റെടുക്കുന്ന പോലെ ദൈവിക ബലം ഇല്ലെന്ന് മാത്രമല്ല, ഉള്ള ബലം കൂടെ ക്ഷയിപ്പിക്കുന്നവര് സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ഒരു അവസ്ഥ ചിന്തിച്ച് ദൈവം മൗനമായിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും ഒരു എത്തും പിടിയില്ല. അപ്പോൾ യോബ് പറയാ, എനിക്ക് തോന്നുന്നത് എന്നെ അടിച്ച് താഴെ ഇട്ടേക്കുന്നത് ദൈവത്തിന്റെ അസ്ത്രങ്ങള്, അവയുടെ വിഷം എന്റെ ആത്മാവ് കുടിക്കുന്നു. നമ്മള് വിഷം പോയിസൺ എടുത്ത ഒരാൾ കുടിച്ചാൽ ആളുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം പെട്ടെന്ന് 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 അതെ മരണകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോ പറയുകയാണ്, ദൈവം തന്നെ എന്നെ തകർത്തിരിക്കുന്നു. അത് കാരണം ആ വിഷം എന്റെ ആത്മാവ് കുടിക്കുന്നു പറഞ്ഞാൽ their poison infects my spirit. എന്റെ സ്പിരിറ്റ് ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നു. കാരണം ഞാൻ അത് അനുഭവിക്കുക. ദൈവത്തിന്റെ ഘോരത്വങ്ങൾ എന്റെ നേരെ അണിനിരന്നിരിക്കുന്നു. God's terrors are lined up against me. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ അവസ്ഥ യോബ് പറയാം. എന്നിട്ട് യോബ് ചോദിക്കുകയാണ്, യോബിന് ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മള് മലയാളത്തിൽ അതൊക്കെ വായിച്ചെടുത്ത് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. യോബ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എനിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ ഒരു റൈറ്റ് ഇല്ലേ? ഡോണ്ട് ഐ ഹാവ് എ റൈറ്റ് ടു കംപ്ലൈന്റ്? എന്നിട്ട് എക്സാമ്പിൾ പറയുകയാണ്. നമ്മളെങ്ങനെ ഇതിവിടെ മനസ്സിലാക്കുന്നേ? പുല്ലുള്ളിടത്ത് കാട്ടുകഴുത ചിനയ്ക്കുമോ? തീറ്റ് തിന്നുമ്പോൾ കാള മുക്കറയിടുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, കാട്ടുകഴുതകൾക്ക് പുല്ല് കിട്ടി ഇല്ല എങ്കിൽ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ചിനയ്ക്കും. ഇവിടെ എഴുതിയിരിക്കുന്ന പുല്ലുള്ളിടത്തെന്ന പോസിറ്റീവ്. ചോദ്യം ഇങ്ങനെയാണ്, എനിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ ഒരു റൈറ്റ് ഇല്ലേ? എന്നിട്ട് ഉദാഹരണം പറയുകയാണ്, കാട്ടുകഴുതയ്ക്ക് പുല്ല് കിട്ടിയാൽ പിന്നെ അത് എന്ത് ചെയ്യത്തില്ല? ചിനയ്ക്കത്തില്ല, ശബ്ദം വെക്കത്തില്ല. കിട്ടിയില്ലെങ്കിലോ ശബ്ദം വെക്കും. അടുത്തത്, തീറ്റ തിന്നുമ്പോൾ കാള മുക്കറിടുമോ? ഇല്ല. എന്നാ തീറ്റ കിട്ടിയില്ലെങ്കിലോ? Don't wild donkeys bray when they find no grass. പുല്ല് കിട്ടിയില്ലെങ്കിൽ കാട്ടുകഴുത ചിനയ്ക്കും. And oxen bellow when they have no food. അവർക്ക് ആഹാരം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാളകൾ മുക്കറ. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഇതൊരു യാഥാർത്ഥ്യമാണ്. പുല്ല് കിട്ടിയില്ല എങ്കിൽ, തീറ്റ കിട്ടിയില്ല എങ്കിൽ മൃഗങ്ങൾ അതിന്റെ ശബ്ദം പുറപ്പെടുവിക്കും. യോബ് ചോദിക്കുക, എന്നെ ആത്മാവ് ഇൻഫെക്റ്റഡ് ആയി ദൈവത്തിന്റെ ആ ആരോസ്, ആ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുമ്പോ എനിക്കൊന്ന് കംപ്ലൈന്റ് ചെയ്യാനുള്ള റൈറ്റ് പോലും രുചിയില്ലാത്തത് ഉപ്പ് കൂടാതെ തിന്നാമോ? മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം, ഡോണ്ട് പീപ്പിൾ കംപ്ലൈൻ അബൌട്ട് അൺസോൾട്ടഡ് ഫുഡ്. ഉപ്പില്ലാത്ത ആഹാരം കൊടുത്താൽ ആൾക്കാർ പരാതി പറയത്തില്ലേ? നമ്മൾ ആരും പറയത്തില്ലല്ലോ, അല്ലെ? നമ്മൾ ഒന്നും മിണ്ടാതെ കഴിച്ചിട്ട് പോകും. അങ്ങനല്ലല്ലോ. ഉപ്പില്ലാതുള്ള പോട്ട് ഉപ്പ് ഇച്ചിരി കുറഞ്ഞു പോയാൽ പരാതി പറയുന്നവരാണ് നമ്മൾ. യോബ് ചോദിക്കുക, ഉപ്പില്ലാത്ത ആഹാരം കഴിച്ചാൽ നമ്മുടെ ഇതിനകത്ത് രുചിയില്ലാത്ത ഉപ്പ് കൂടാതെ തിന്നാമോ എന്നൊക്കെ, അല്ലെ? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഉപ്പ് ഇടാതെ ആഹാരം കൊടുത്താൽ ആൾക്കാർ പരാതി പറയത്തില്ലേ? തീറ്റ കിട്ടാതിരുന്നാൽ കാള മുക്കറ ഇടത്തില്ലേ? പുല്ല് കിട്ടാതിരുന്നാൽ കാട്ടുകഴുത ചിനയ്ക്കത്തില്ലേ? Does anyone want the tasteless white of an egg? മുട്ടയുടെ വെള്ള മാത്രമായിട്ട് കൊടുത്ത ആർക്കെങ്കിലും ഇഷ്ടമാണോ? അത് രുചിയില്ലല്ലോ. അതിന് മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇതൊക്കെ അർത്ഥമാക്കുന്നേ. നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു പൊയറ്റിക് ആയിട്ടാണ്. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകം വീണ്ടും പറയുന്നു, കാവ്യ പുസ്തകങ്ങളില്
ഇവരെല്ലാം സംസാരിക്കുമ്പോ ദൈവവും യോബിനോട് സംസാരിക്കുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയാ. ഇതിനകത്തൊരു കാവ്യാത്മകമായ ഒരു ടച്ചാണ്, സ്പർശനമാണ് എല്ലാ വാക്കുകളിലും ഉള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അതിനകത്തെ മെസ്സേജ് എന്താന്ന് മനസ്സിലാക്കണം. യോബ് ചോദിക്കുന്ന ഇതാണ്. ഇത്രയും കാര്യങ്ങൾ ചോദിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാനിങ്ങനെ പച്ചയായി എന്റെ ദുഃഖം പറയുന്നതല്ലേ നിങ്ങളുടെ പ്രശ്നം. അപ്പൊ നിങ്ങളൊന്ന് നോയിക്കേ, പ്രകൃതിയെ, മനുഷ്യനെ, മൃഗങ്ങളെ ഒന്ന് നോയിക്കേ. ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുന്നേ. അപ്പൊ എന്റെ ജീവിതത്തിൽ എന്റെ സ്പിരിറ്റ് ഇത്രയും ഇൻഫെക്റ്റഡ് ആവുമ്പോൾ, ദൈവത്തിന്റെ ഘോരത്വങ്ങൾ, ദൈവത്തിന്റെ അസ്ത്രങ്ങൾ എന്നെ ബാധിച്ചിരിക്കുമ്പോ എനിക്കൊന്ന് വാതുറന്ന് എന്റെ സങ്കടം പറയാനുള്ള റൈറ്റ് പോലുമില്ലേ? അതാണോ നിങ്ങൾ എന്നെ ഏറ്റവും മോശക്കാരനായി കാണുന്നേ? അതായി പറഞ്ഞു വന്നതിന്റെ അർത്ഥം. നിങ്ങൾ കഴിക്കും ഉപ്പില്ലാത്ത ആഹാരം, നിങ്ങൾക്ക് തന്ന നിങ്ങൾ ഉടനെ കംപ്ലൈന്റ് പറയത്തില്ലേ? മുട്ടയുടെ വെള്ളക്ക് രുചിയില്ല, അത് അങ്ങനെ തന്നെ തന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ? Does anyone want the tasteless white of an egg? ആർക്കെങ്കിലും വേണോ അങ്ങനെ? മുട്ട എല്ലാവർക്കും വേണം, പക്ഷെ വെള്ള മാത്രം എടുത്തിട്ട് ഒരു രുചിയില്ലാതെ ആർക്കും വേണ്ട. അപ്പം ഇങ്ങനെ യോബ്, ചുരുക്കി പറഞ്ഞാൽ യോബിന്റെ ഉദ്ദേശം മിണ്ടാതിരിക്കാനല്ല, മിണ്ടാൻ തന്നെയാന്ന് മനസ്സിലായി. മിണ്ടാതിരുന്ന യോബിനറിയാം എനിക്ക് മുന്നോട്ട് പോകാൻ. മിണ്ടിക്കഴിഞ്ഞാൽ എനിക്കെന്നെ, കാരണം എന്താ പ്രശ്നം? ഭാര്യയുടെ മുമ്പിൽ ഇത് പറഞ്ഞില്ല. ദൈവത്തെ ത്യജിക്കാൻ പറഞ്ഞപ്പോൾ നീ എന്താ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ എന്നോട് ദൈവത്തെ ത്യജിക്കാൻ പറയരുത്. ദൈവത്തിന് ഞാൻ കുറ്റവും ആരോപിക്കത്തില്ല, പക്ഷെ ദൈവത്തെ കുറ്റം ആരോപിക്കാനോ ദൈവത്തെ ത്യജിക്കാനോ അല്ല ഇത് പറയുന്നേ. തൻ്റെ ബാധിക്കപ്പെട്ട ആത്മാവിന്റെ ഇൻഫെക്റ്റഡ് ആയിരിക്കുന്ന, പോയിസണസ് ആയിരിക്കുന്ന, വയ്യ എന്ന് തോന്നുന്ന അവസ്ഥയെ ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ താൻ ആഗ്രഹിക്കുന്നു. താൻ ചോദിക്കുകയാണ്, എനിക്ക് അതിനുള്ള ഒരു അവകാശം പോലും ഇല്ലേ? ഈ വചനങ്ങളെ ചിന്തിക്കുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ബാധിക്കപ്പെട്ടവർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവരാവുമ്പോൾ അവർക്ക് ആ റൈറ്റ് കൊടുക്കണം. അവര് ദൈവത്തിനെതിരെ കംപ്ലൈന്റ് ചെയ്യാനല്ല, ദൈവത്തെ കുറ്റമാരോപിക്കാനല്ല, പിന്നെയോ അവരുടെ ഇൻഫെക്റ്റഡ് ആയ സ്പിരിറ്റ് താനാൽ അവർ തകർന്നിരിക്കുമ്പോൾ അവരെ ഒന്ന് തുറന്ന് അവരുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കാൻ, അവരുടെ വേദനകളെ ഒന്ന് പങ്കുവെക്കുവാൻ, അവരുടെ ജീവിതത്തെ ഒന്ന് പകരുവാൻ സർവശക്തനായ ദൈവം അതിന് തയ്യാറാണ്. അതുപോലെ തന്നെ തന്റെ മക്കളും അതിന് തയ്യാറാകണം. അപ്പോഴാണ് വ്യക്തിബന്ധങ്ങൾ ശക്തമാകുന്നതും സഭ പണിയപ്പെടുന്നതും എല്ലാം സഭയിലെ ഓരോ അംഗങ്ങൾക്കും ധൈര്യസമേതം പറയാൻ പറ്റും, എന്റെ വാക്കുകൾ വെച്ച് എന്റെ സഭ എന്നെ വിധിക്കത്തില്ല, എന്റെ ശുശ്രൂഷ എന്നെ വിധിക്കത്തില്ല. കാരണം അവർക്ക് നന്നായിട്ടറിയാം ഞാൻ എന്തായി സ്ട്രഗിൾ ചെയ്യുന്നുള്ളത്. എനിക്ക് ഇസ്രായേൽ മക്കളെ പോലെ ദൈവത്തെ ത്യജിക്കാനും ദൈവത്തെ തള്ളിപ്പറയാനും നന്മകളെ മറന്ന് ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ഘോരത്വങ്ങൾ, ഈ അസ്ത്രങ്ങൾ എന്നെ ബാധിച്ചിരിക്കുന്നു. ഞാൻ ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നു. എന്റെ ശരീരമല്ല ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നത്, അണുബാധിതമായിരിക്കുന്നത്. എന്റെ ആത്മാവാണ് അണുബാധിതമായിരിക്കുന്നത്, തകർക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് ഒന്ന് തുറന്നു പറയണം. ദൈവമക്കളെ ശ്രദ്ധിച്ചാട്ട് സങ്കീർത്തനങ്ങളിൽ പലതും അതുകൊണ്ടാണ് ദൈവം മറച്ചു വെക്കാഞ്ഞത്. ദാവീദിന്റെ സ്പിരിറ്റ് ഇൻഫെക്റ്റഡ് ആയപ്പോൾ, തന്റെ പ്രാണൻ തകർന്നപ്പോൾ, ആസാഫ്, കോരപുത്രന്മാര്, ഇവരെയൊക്കെ ജീവിതത്തിൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത വേദന ഉണ്ടായപ്പോൾ സങ്കീർത്തനങ്ങളായിട്ട് അവർ പാടിയതല്ല, പിന്നെയോ അവർ ദൈവസ്ഥനിൽ വന്ന് അവരുടെ ഹൃദയങ്ങളെ തുറന്നപ്പോൾ ദൈവം അത് സങ്കീർത്തനമാക്കി മാറ്റി. നമ്മളാണേലോ അത് പരദൂഷണമാക്കി മാറ്റും. നമ്മളാണേലോ പലപ്പോഴും അത് അവരുടെ അനാത്മികതയാക്കി മാറ്റും. നമ്മളാണേലോ പലപ്പോഴും അവരുടെ അപക്വതയാക്കി മാറ്റും. പക്ഷെ ദൈവമോ 13-ാം സങ്കീർത്തനത്തിൽ ദാവീദ്, എന്റെ യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും. 55-ാം സങ്കീർത്തനം കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ചിന്തിച്ചു, എന്റെ അവസ്ഥ ഇതാണ്. കോരപുത്രന്മാർ പറഞ്ഞു, ഞങ്ങളുടെ അസ്ഥികളെ തകർക്കുമ്പോൾ അവർ ഞങ്ങളെ നിന്ദിക്കുന്നു. ആസാഫ് പറഞ്ഞു, ഞാൻ ധ്യാനിക്കുന്നുണ്ട് എങ്കിലും എന്റെ ഉള്ളം വിഷാദിക്കുന്നു. എത്രത്തോളം? ഹബക്കൂക്ക് പറഞ്ഞു, നീ എത്രത്തോളം? ഇതെല്ലാം ദൈവം തന്റെ മക്കൾക്ക് അനുഗ്രഹമാക്കി മാറ്റി. കാരണം ഇവരുടെ എല്ലാം ലക്ഷ്യം ഒന്നേ ഉള്ളായിരുന്നു, തലമുറയോട് ദ്രോഹം ചെയ്യരുത്, ദൈവത്തിന് വിരുദ്ധമായി സംസാരിക്കരുത്, തലമുറയ്ക്ക് തെറ്റായ ഒരു മെസ്സേജ് കൊടുക്കരുത്, എന്നുള്ള വേദനയും പറയണം. അങ്ങനെ യോബിന് പറയാനായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ദൈവത്തെ തള്ളി പറയാമായിരുന്നു.
യോബോർത്ത് എന്റെ സഹോദര തുല്യരായ സ്നേഹിതരല്ലേ, എനിക്ക് ഇവരോട് പറയാം. വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, സഹോദരരായ പ്രിയപ്പെട്ടവരെ, നമ്മളെ വിശ്വസിച്ച് നമ്മളോടുള്ള സ്നേഹബന്ധത്തിൽ, ആത്മബന്ധത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ ഹൃദയങ്ങളെ തുറക്കുമ്പോൾ, അവിടെ ഇൻഫെക്ഷൻ ബാധിച്ചിരിക്കുന്നവർക്ക് ആന്റിബയോട്ടിക്സ് ശരീരത്തിന് കൊടുക്കുന്ന പോലെ സ്പിരിറ്റ് ഇൻഫെക്ഷൻ ആയവരെ വീണ്ടും അതെ ബാധയിൽ തകർത്ത് കളയരുത്. അവർക്ക് ആവശ്യമായ ആന്റിബയോട്ടിക്കിന് തുല്യമായ അതെ ആ പ്രോപ്പറായ വചനം, പ്രോപ്പറായ കംഫോർട്ട്, അപ്രോപ്രിയേറ്റ് ആയ അതെ ആ ആശ്വാസവും അതെ ബലവർക്ക് പകർന്നു കൊടുക്കണം. ദൈവം സമയം കൊടുത്തു തന്റെ ഭക്തന്മാർക്ക് അവരെ തുറന്നു കാട്ടാൻ. എന്നിട്ട് ദൈവം അത് മറച്ചു വെച്ചില്ല. ഹോളി സ്പിരിറ്റ് പറഞ്ഞില്ല ഭക്തന്മാരോട്, ദാവീദിന്റെ ആ സങ്കീർത്തനം മറച്ചേക്ക്, ദാവീദിന്റെ ഈ സങ്കീർത്തനം മറച്ചേക്ക്, ആസാഫ് ആ പറഞ്ഞത് പുറത്തു കൊണ്ടുവരല്ലേ, അതെ കോരോത്രന്മാർ ഈ പാടിയത് പുറത്തു കൊണ്ടുവരരുത്, മറിച്ച് അതെല്ലാം തന്റെ ജനത്തിന് മുമ്പിൽ തുറന്നു കാട്ടി. കാരണം അതിനകത്ത് തലമുറയ്ക്ക് ഒരു റോങ് മെസ്സേജ് ഇല്ല എന്ന് ആർക്കും എന്തും പറയാം, എപ്പം വേണേലും ദൈവത്തെ തള്ളിപ്പറയാം, ഇഷ്ടമുള്ളപ്പോൾ സ്വീകരിക്കാം എന്നല്ല, മറിച്ച് വേദനകളെ തുറന്ന് പങ്കുവെക്കാം. പക്ഷെ ദൈവം എന്തു പറയുന്നോ അത് കേൾക്കണം, അതനുസരിക്കണം, ദൈവത്തിന് എതിരായി നിൽക്കരുത്, ദൈവത്തോട് ഹൃദയത്തിലെ ഏത് ഭാരവും പങ്കുവെക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ യോബ് തുടർന്ന് പറയുകയാണ്, എനിക്ക് ദൈവം എന്നെ അങ്ങ് കൊന്നാ മതി. 8-ാം വാക്യം, അയ്യോ എന്റെ അപേക്ഷ സാധിച്ചെങ്കിൽ, എന്റെ വാഞ്ച ദൈവം എനിക്ക് നൽകിയ. അപ്പൊ നമ്മൾ ഓർക്കും, എന്താണ് യോബ് ഇത്ര അപേക്ഷിക്കുന്നോ വാഞ്ചിക്കുന്നു, എന്തുവാ? അയ്യോ എനിക്ക് ഉറപ്പാണ് ദൈവം എല്ലാം എനിക്ക് തിരിച്ചു തരും, എനിക്ക് ഉറപ്പാണ് ദൈവം 3000-ന് 6000 തരും, 500-ന് 1000 തരും. എവിടെ? ആര് പറഞ്ഞു? ആര് യോബിന് എന്ത്? ഒന്നുമില്ല. ജീവിതത്തിൽ ദൈവം യോബിനെ റിസ്റ്റോർ ചെയ്യുമെന്ന്, യഥാസ്ഥാനപ്പെടുത്തുമെന്ന്, നഷ്ടപ്പെടുന്നത് ഇരട്ടിയായി മടക്കി കൊടുക്കുമെന്ന് ഒരു ദൂതും ആരും പറഞ്ഞിട്ടില്ല. യോബിന്റെ ശ്രദ്ധ അതിലേക്കല്ല പോന്നേ. യോബിന്റെ അവസ്ഥ വളരെ പരിതാപം. യോബ് പറയുകയാണ്, എന്താണെന്നറിയാം എന്റെ വാഞ്ച. 9-ാം വാക്യം, എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്തുവാ? എന്നെ പണിയുവാൻ, എന്നെ ഉയർത്തുവാൻ, എന്നെ മാനിപ്പാൻ ദൈവം ഒന്ന് പ്രസാദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ആഗ്രഹിക്കുമ്പോൾ യോബ് പറയുകയാണ്, അതെ എന്നെ ഐ വിഷ് ഹി വുഡ് ക്രഷ് മീ. I wish he would reach out his hand and kill me. തൃക്കൈ നീട്ടി എന്നെ ഖണ്ഡിച്ച് കളഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്നെ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ. എന്റെ അപേക്ഷ ചെയ്ത, എന്റെ വാൻ ചെയ്ത ദൈവം തന്നെ എന്നെ ക്രഷ് ചെയ്ത് എന്നെ അങ്ങ് കില്ല് ചെയ്യണം, എന്നെ അങ്ങ് കൊന്നിരുന്നെങ്കിൽ. ഇപ്പൊ എന്റെ ആഗ്രഹം അതാ. ഏതും പോരാത്ത ഇനി എലിഫസേ പറഞ്ഞുള്ളൂ. ഇത് ആർക്ക്? ആദ്യത്തെ യോബിന്റെ പ്രതികരണം എലിഫസിന്റെ വാതുറപ്പിച്ചു. രണ്ടാമത്തെ യോബിന്റെ പ്രതികരണം ബിൽദാദിന്റെ വാതുറപ്പിച്ചു. യോബ് വടി കൊടുത്തടി മേടിക്കുക. പക്ഷെ യോബ് ഒട്ടി വടി കൊടുക്കാതെ യോബ് പറയും, എന്നാ പ്രശ്നം വന്നാലും ശരി ഞാൻ എന്റെ സങ്കടം പറയും. അതിന്റെ 7-11 ഒന്ന് വായിച്ചാൽ അങ്ങനെ തന്നെ യോബ് പറയുന്നുണ്ട്. 7-11, ആകയാൽ ഞാൻ എന്റെ വാ അടക്കിയില്ല, എന്റെ മനപ്പീടയിൽ ഞാൻ സംസാരിക്കും, എന്റെ മനോവസനത്തിൽ ഞാൻ സങ്കടം പറയും. യോബ് പറയുക, അതിന് ബിൽദാദ് എഴുന്നേറ്റാലും, എലിഫസ്, ബിൽദാദ്, സോഫർ കഴിവിന് എലിഹു എഴുന്നേറ്റു, നിങ്ങൾ ആരൊക്കെ എഴുന്നേറ്റാലും ഒരാൾ എഴുന്നേറ്റു, ആൾക്കുള്ള മറുപടിയായി കൊടുക്കുന്നേ, I cannot keep from speaking. കാരണം 4-1-2 നമ്മൾ വായിച്ചില്ലായിരുന്നോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? ബിൽദാദ് അല്ലെ എലിഫസ് ആരംഭിക്കുമ്പോ യോബിനോട് പറയുന്നുണ്ട്, will you be patient? നിനക്കൊന്ന് ക്ഷമയോടെ ഇരിക്കാമോ? For who could keep from speaking out? നിന്നെ ഒന്ന് മിണ്ടാതാക്കാൻ ആർക്ക് പറ്റും? നീ ഒന്ന് വാഴച്ചാലില്ലേ ഞങ്ങൾക്ക് 2 ഉപദേശം പറയാൻ പറ്റൂ? ദൈവമക്കളെ, അങ്ങനത്തെ ആത്മീയ ജീവിതം ഒരിക്കലും നമുക്കുണ്ടാകരുത്.
അവർ വാ എന്ന് അടച്ചിട്ട് സംസാരിക്കാനുള്ള തിടുക്കം നമുക്ക് ആർക്കും ഉണ്ടാകരുത്. ആരാണോ ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നത്, ആരാണോ തകർക്കപ്പെട്ടിരിക്കുന്നത്, ആരെയാണോ ദൈവവിശ്വാസത്തെ പരിശോധനയുടെ കടത്തിവിടുന്നത്, അവര് സംസാരിക്കട്ടെ. അവര് ദൈവസന്നിധിയിൽ ഹൃദയം തുറക്കട്ടെ, വാ തുറക്കട്ടെ. അവർക്ക് വിശ്വസ്തരായ പ്രിയപ്പെട്ടവരുടെ നടുവിലും അവരുടെ ഹൃദയം തുറക്കട്ടെ. അതവർക്ക് വലിയ വിടുതലായിരിക്കും, ആശ്വാസമായിരിക്കും. നാം അവരെ കേട്ടാൽ മതി, അവരുടെ വാ അടപ്പിക്കാൻ ശ്രമിക്കരുത്. എപ്പോൾ നാം വാ തുറക്കണോ ദൈവം പറയും, അപ്പോഴേ വാ തുറക്കാം. ജോ പറയുകയാണ്, I cannot keep from speaking. എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. അതിന്റെ അർത്ഥം മലയാളത്തിൽ എങ്ങനെ? അത് ആകയാൽ ഞാൻ എന്റെ വാ അടയ്ക്കത്തില്ല. I must express my anguish. അതായത് എന്റെ മനപ്പീഡ, എന്റെ പ്രാണവേദന എനിക്കൊന്ന് എക്സ്പ്രസ് ചെയ്യണം. എന്റെ മനോവസനത്തിൽ ഞാൻ സങ്കടം പറയുന്നു വെച്ചാൽ മൈ ബിറ്റർ സോൾ മസ്റ്റ് കംപ്ലെയിൻ. എന്റെ കൈപ്പേറി എന്റെ ആത്മാവ്, എന്റെ പ്രാണൻ ഒന്ന് പറഞ്ഞോട്ടെ. യോബ് സമ്മതിക്കുന്നില്ല. ഓക്കെ, ഞാൻ 6 തന്നെ വരാം. യോബിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, കർത്താവ് എന്നെ അങ്ങ് ക്രഷ് ചെയ്ത് തകർത്തിട്ട് എന്നെ അങ്ങ് കൊന്നാ മതി, ഖണ്ഡിച്ചു കളഞ്ഞെങ്കിൽ. എന്തിനാന്നറിയാം അങ്ങനെ പറയാൻ കാര്യം? 10-ാം വാക്യം. എന്തിനാ അങ്ങനെ പറയാൻ കാര്യം? അങ്ങനെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ ടേക്ക് കംഫോർട്ട് ഇൻ ദിസ്. അങ്ങനെങ്കിലും എനിക്കൊരാശ്വാസം കിട്ടിയേനെ. കനിവറ്റ വേദനയിൽ ഞാൻ ഉല്ലസിക്കുമായിരുന്നു, പരിശുദ്ധന്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ. അതെന്താ? ഇങ്ങനെയാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. Despite the pain, I have not denied the words of the Holy One. ഇത്ര വലിയ വേദനകൾ എനിക്കുണ്ടെങ്കിലും ഞാൻ പരിശുദ്ധന്റെ വാക്കുകളെ, വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ഒട്ടും നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇനിയും 11-ാം വാക്യം ഞാനിത് വായിച്ചുകൊണ്ടല്ലോ, എനിക്ക് ഞാന് ഓർക്കുകയാണ്, യാക്കോബിന്റെ പുസ്തകത്തിലൊക്കെ ദീർഘക്ഷമയുടെയും സഹിഷ്ണുതയുടെയും അതെ മാതൃകയായി നിങ്ങൾ യോബിന്റെ സഹിഷ്ണുത കണ്ടുവല്ലോ എന്ന് അതെ അപ്പോസ്തലന്മാർ പറയുമ്പോൾ യോബ് പറയുന്ന വാക്ക് കേട്ടോണേ. അതാണ് സത്യമായ പ്രതികരണങ്ങൾ നമ്മുടെ സാക്ഷ്യത്തെ കെടുത്തിക്കളയത്തില്ല. യോബ് പറയാണ് 11-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ കാത്തിരിക്കേണ്ടതിന് എന്റെ ശക്തി എന്തുള്ളൂ. അതായത് എന്റെ അർത്ഥം ഇതാണ്, ബട്ട് ഞാൻ എന്റെ പരിശുദ്ധന്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കത്തില്ല. പക്ഷെ എന്റെ ഒരു പ്രശ്നം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഐ ഡോണ്ട് ഹാവ് ദ സ്ട്രെങ്ത് ടു എൻഡ്യൂർ. എനിക്കിനി സഹിക്കാൻ വയ്യ. ഞാൻ കാത്തിരിക്കേണ്ടത് എന്റെ ശക്തി എന്തുള്ളൂ, ദീർഘക്ഷമ കാണിക്കേണ്ടത് എന്റെ അന്തമെന്ത്. ഞാൻ എങ്ങനെ, എനിക്ക് സഹിഷ്ണുത ഇനി എന്നെ കൊണ്ട് വയ്യ. I don't have the strength to endure. ഇനിയും എനിക്ക് സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയത്തില്ല. I have nothing to live for. എനിക്കിനി മുന്നോട്ട് ഒന്നും പ്രത്യാശ വെക്കാനില്ല. അങ്ങനെ ജീവിക്കാൻ തക്കവണ്ണം മുൻപിൽ എനിക്ക് ഒന്നും വെക്കാനില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുക, നീ എന്നിലൊന്ന് പ്രസാദിച്ച് എന്നെ അങ്ങ് ക്രഷ് ചെയ്ത് എന്നെ അങ്ങ് തകർത്ത് കൊന്നുകളഞ്ഞേര്. കാരണം എനിക്ക് നിന്റെ വചനങ്ങളെ നിഷേധിക്കേണ്ട ആ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. കാരണം ഇനിയും സഹിപ്പാൻ എനിക്ക് വയ്യ, എനിക്കതിനുള്ള ശക്തിയില്ല. പക്ഷെ യോബ് ആരായി മാറി? സഹിഷ്ണുതയുടെ മാതൃകയായി. ആരെങ്കിലും സഹിഷ്ണുത പഠിപ്പിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം വേദോസിൽ വിരൽ ചൂണ്ടുന്നത് യോബിനെയാണ്. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ അറിഞ്ഞിരിക്കുന്നല്ലോ, കണ്ടിരിക്കുന്നല്ലോ, കേട്ടിരിക്കുന്നല്ലോ.
യോ പറയാണ്, ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ വയ്യ, വെയിറ്റ് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് സഹിക്കാൻ വയ്യ. അങ്ങനെ കാത്തിരിക്കാൻ തക്കവണ്ണം എനിക്ക് എന്താണ്, നത്തിങ് ടു ലീവ് ഫോർ, മുന്നോട്ട് നോക്കി ജീവിക്കാൻ എനിക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എന്റെ ജീവിതം അത്രമാത്രം ദൈവത്തിന്റെ അസ്ത്രങ്ങളാൽ തറച്ച് ഞാൻ ബാധിതനായിരിക്കുന്നു. എന്റെ ആത്മാവ് ബാധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവം തന്നെ എന്റെ കാര്യം തീർത്തിരുന്നു. ചുരുക്കി പറഞ്ഞ, മരിച്ചാലും വേണ്ടില്ല, ദൈവം കൊന്നാലും വേണ്ടില്ല, അവന്റെ നാമത്തെ നിഷേധിച്ചിട്ടൊരു ജീവിതം. ആ പറഞ്ഞതിന്റെ അർത്ഥം അതുകൂടിയാ. കാരണം ഇനി നാമത്തെ നിഷേധിക്കാതെ മുന്നോട്ട് പോകാനുള്ള ശക്തി എനിക്ക് ഇല്ല. ഇതുവരെ ഞാൻ നിഷേധിച്ചിട്ടില്ല, ഒട്ട് നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എനിക്ക് എൻട്രി ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം യോബ് ഓൾറെഡി പറഞ്ഞു. എന്നിട്ട് യോബ് ചോദിക്കുകയാണ് 12-ാം വാക്യത്തില്, നിങ്ങൾ എന്തോ വിചാരിച്ചു വെച്ചേക്കുന്നേ എലിഫസേ, ബിൽദാദേ, ഞാൻ എന്നാ, എന്റെ ബലം ഞാൻ കല്ലാണോ? എന്റെ ബലം കല്ലിന്റെ ബലമോ? എന്റെ മാംസം താമ്രമാകുന്നു. Do I have the strength of a stone? എനിക്ക് എന്താ കല്ല് പോലെ ഇളകാൻ നിൽക്കാനുള്ള ബലമുണ്ടോ? Is my body made of bronze? ഞാൻ എന്നാ താമ്രം കൊണ്ടുണ്ടാക്കിയ വല്ല മനുഷ്യനാണോ? യോ പറയാ, എനിക്ക് കല്ലിന്റെ ബലവും ഇല്ല, എന്റെ ശരീരം താമ്രം കൊണ്ടുമല്ല. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? തന്റെ ശരീരം 7:5 വായിച്ചാൽ മനസ്സിലാവൂ. ശരീരത്തിൽ എന്തോ അനുഭവിക്കുന്നേ. 7:5, എന്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു, എന്റെ തൊക്കിൽ വായ്ക്കൾ അടഞ്ഞ് വീണ്ടും പഴുത്തു പൊട്ടുന്നു. My body is covered with maggots and scabs. My skin breaks open, oozing with pus. എന്റെ ശരീരത്തിലൂടെ പസ് ഒഴുകുക, പഴുപ്പൊഴുകുക. യോ പറയുക, ഞാൻ എന്നാ ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ ആളാണോ? എനിക്കെന്നാ കല്ലിന്റെ ബലമുണ്ടോ? എന്റെ ശരീരത്തെ ഇവ ബാധിക്കുമ്പോൾ എനിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പോലും റൈറ്റ് ഇല്ലേ? ഞാൻ ദൈവത്തിനെതിരെ കംപ്ലൈന്റ് ചെയ്യോ അല്ലെ ദൈവത്തിന് ദോഷം കുറ്റം ആരോപിക്കുകയല്ല. എനിക്ക് എന്റെ ഈ അഗ്നി, എന്റെ ഈ മനോവേദനകൾ, മനപ്പീഡകൾ ഒന്ന് പറയാൻ തക്കവണ്ണം നിങ്ങൾ സമ്മതിക്കാതെ എന്റെ വാ അടപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വാ അടയ്ക്കത്തില്ല. ഞാൻ കേവലം തുണയില്ലാത്തവനല്ലയോ, രക്ഷ എന്നെ വിട്ടുപോയില്ലയോ? അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ അട്ടേർലി ഹെൽപ്ലെസ് ആയി. എനിക്കിനി വിത്തൗട്ട് എനി ചാൻസ് ഓഫ് സക്സസ്. രക്ഷ എന്നെ വിട്ടുപോയെന്ന് പറഞ്ഞ ആ അർത്ഥത്തിലല്ല, എനിക്കിനിയും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയും, ഞാൻ തികച്ചും നിസ്സഹായനായിരിക്കുന്നു. ഇനി എനിക്കൊരു മടങ്ങി വരവിന് സാധ്യത ഇല്ല. ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് യോബ് നേരെ അങ്ങ് തിരിഞ്ഞു. ഇത്രയും നേരം തന്റെ വേദനകളെ താൻ പറഞ്ഞു. ഇനി യോബ്, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പങ്കുവച്ച വചനത്തെ ഞാൻ പറഞ്ഞല്ലോ, യോബിന്റെ റിപ്ലൈ. യോബ് എങ്ങനെയാ അതിനെ കണ്ടത്? ഈ എലിഫസ് പറഞ്ഞ പാഠമൊക്കെ ഇങ്ങനെ ഏറ്റെടുത്തോ? സ്പർശനവും രോമവും എഴുന്നേറ്റ് നിന്നതും ഒക്കെ കേട്ട് യോബ് പുളകിതനായോ? ആശ്വാസം കിട്ടിയോ? യോബ് ആ ദൂതെല്ലാം ഏറ്റെടുത്ത് ഇവര് പഠിച്ച പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടത് അപ്ലൈ ചെയ്തോ എന്ന് യോബിന്റെ റിപ്ലൈ ഇനി അവർക്കുള്ള റിപ്ലൈയാ. 14 മുതൽ യോബ് പറയുകയാണ്, ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാകുന്നു. ഡയറക്റ്റ് അവരിലേക്ക് പോയിന്റ് ചെയ്യുക. കംപ്ലൈനിങ് അബൌട്ട് ഹിസ് ഫ്രണ്ട്സ്.
അല്ലാഞ്ഞാൽ അവൻ സർവശക്തന്റെ ഭയം ത്യജിക്കും. One should be kind to a fainting friend. ശരിക്കും ജീവിതത്തിൽ ഇത്രയും വലിയ കഷ്ടം നേരിടുന്ന, ഏത് സമയത്തും ബോധം കെട്ടുവീഴാൻ തക്കവണ്ണമായിരിക്കുന്ന ഒരു സ്നേഹിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതല്ലയോ? പക്ഷെ നിങ്ങളോ, നമ്മുടെ മലയാളത്തില് അല്ലാഞ്ഞാൽ അവൻ സർവശക്തന്റെ ഭയം ത്യജിക്കും എന്നുള്ളത്, ബട്ട് യു അക്യൂസ് മീ വിത്തൗട്ട് എനി ഫിയർ ഓഫ് ദ ഓൾമൈറ്റി. നിങ്ങളാണെങ്കിൽ ഒരു ദൈവവും ഇല്ലാതെ എന്നെ അങ്ങ് കുറ്റപ്പെടുത്തുക. ദൈവത്തോടൊരു ഭയവും, ഇത് ദൈവത്തിന്റെ പദ്ധതി എന്നത് അറിയത്തുമില്ല. എന്നിട്ട് നിങ്ങളുടെ വാക്കുകളൊക്കെ കേട്ടാൽ എല്ലാം ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയ പോലെ. ദൈവമാണെ ആർക്കും വെളിപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങളെല്ലാം അടിവരയിട്ട് ഉറപ്പിച്ചു. യോബേ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് സമ്മതിച്ചിട്ട് ദൈവത്തിന്റെ ശിക്ഷ അങ്ങ് ഏറ്റെടുക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചോളൂ. യോ പറയുക, ഞാൻ തളർന്നു വീഴാറായി, എന്നോട് എന്റെ സ്നേഹിതർക്ക് ഒരു ദയ തോന്നുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടാതെ പോലും എന്നെ കുറ്റം ആരോപിക്കുക. എന്നിട്ട് 15 വീണ്ടും ഒരു ഒരു കാവ്യാത്മകമായ സ്പർശനം വീണ്ടും വരുന്നു. അതിതാണ്, എന്റെ സഹോദരന്മാർ. ആരെയാ പറയുന്നത് കേട്ടോ? അത് ഇവരെ തന്നെയാണ്. 16-21 പറയുമ്പോഴറിയാം, നിങ്ങളും ഇപ്പോൾ ഇവരെ തന്നെയാ പറയുന്നത്. അതുകൂടെ പറഞ്ഞ എന്റെ വാക്കുകളെ നിർത്താം. എന്റെ സഹോദരന്മാർ ഒരു തോട് പോലെ എന്നെ ചതിച്ചു. വറ്റിപ്പോകുന്ന തോടുകളുടെ ചാൽ പോലെ തന്നെ, നീർക്കട്ട കൊണ്ട് അവ കലങ്ങിപ്പോകുന്നു, ഹിമം അവയിൽ ഉരുകി കാണാതെ പോകുന്നു. ചൂട് പിടിക്കുന്നേരം അവ വറ്റിപ്പോകുന്നു, ഉഷ്ണമാകുമ്പോൾ അവ അവിടെ നിന്ന് പോയിപ്പോകുന്നു. അടുത്ത മെസ്സേജ് വരികയാണ്. കാവ്യാത്മകമായ ആ എക്സ്പ്രഷൻ വരുമ്പോൾ അതിന് ഒരു സന്ദേശമുണ്ട്. എന്നാന്നറിയോ? എന്റെ സഹോദരന്മാർ എനിക്ക് തക്ക സമയത്ത് ഉപകാരമായി വന്നില്ല. ഇതാണ് ഇവിടുത്തെ മെസ്സേജ്. എന്നിട്ട് വേണം ഈ സബ്ജക്റ്റിനോട് അത് റിലേറ്റ് ചെയ്യാൻ. എന്റെ സഹോദരന്മാർ, എന്റെ സ്നേഹിതർ എനിക്ക് തക്ക സമയത്ത് ഉപകാരമായെന്ന് മാത്രമല്ല, അവർ എന്നെ ചതിച്ചു. എങ്ങനെ? ഉദാഹരണം പറയുക, ഒരു തോട് പോലെ എന്നെ ചതിച്ചു. എന്താണ് അവിടെ പറയാൻ കാര്യം? കാരണം അതങ്ങനെ പറയാൻ കാര്യമെന്ന് ചോദിച്ചാൽ, ഒരു സീസണലായ ബ്രൂക്ക്, അതായത് ഒരു കാലാവസ്ഥ അനുസരിച്ച് മാറുന്ന ഒരു തോട് പോലെയായി എന്റെ സ്നേഹിതർ. എന്താണ് ആ കാലാവസ്ഥ? ആ കാലാവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. നീർക്കട്ട കൊണ്ട് വിന്റർ വരുമ്പം അവിടെ ഐസ് ഉണ്ടാകുന്നു, ഹിമം അവയിൽ ഉരുകി അവിടെ നമുക്ക് വെള്ളം കിട്ടുന്നില്ല. വിന്റർ ആവുമ്പം ഐസ് കൊണ്ട് അങ്ങ് മൂടുന്നു. നമുക്ക് നമ്മുടെ ഈ കോണ്ടെക്സ്റ്റ് നാട്ടില് അതില്ല. നമുക്ക് അങ്ങനെ ഒരു വലിയ വിന്ററും അതുകൊണ്ട് നമുക്ക് വിന്റർ വരും. നമുക്കറിയാലോ, പുറത്തുള്ള കാര്യങ്ങൾ അറിയാവുന്നവർക്ക് അറിയാം. എന്ത് ചെയ്യും? തോടാണ് കാര്യം ശരി, പക്ഷെ വിന്റർ വരുമ്പോ വെള്ളം കിട്ടുമോ? അവിടെ ഐസ് അങ്ങ് നമ്മൾ കണ്ടിട്ടില്ലേ? ഫ്രോസൺ റിവേഴ്സ്, ഫ്രോസൺ ബ്രൂക്സ്, എല്ലാം ഫ്രോസൺ ആയി പോകും. അപ്പൊ സീസൺ മാറുന്നു, പക്ഷെ തോടവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ ചതിച്ചത് എങ്ങനെയാന്ന് ഞാൻ പറയാം. നിങ്ങൾ സീസണൽ ബ്രൂക്ക് പോലെയാ. നിങ്ങൾ കാലാവസ്ഥ അനുസരിച്ച് വ്യതിയാനം വരുന്ന തോട് പോലെയാ. തണുപ്പ് വരുമ്പോൾ വെള്ളം പ്രതീക്ഷിക്കുന്നു. അതെന്താ അങ്ങനെ? അത് കംപ്ലീറ്റ് ചെയ്ത് നിർത്താം. അവിടെ വെള്ളമില്ല. ഇനി ചൂട് പിടിക്കുന്ന നേരം അവ വറ്റിപ്പോകുന്നു, ഉഷ്ണമാകുമ്പോൾ അവിടെ നിന്ന് പോയിപ്പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു തോടിന് തുല്യമായി അവരെ ഉപമിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ അൺറിലയബിൾ ആണ്. മൈ ബ്രദേഴ്സ്, you have proved us unreliable as a seasonal brook. നിങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്തൊരു തോട് പോലെയാ. അതാ അവരെ ചതിച്ചെന്ന് പറഞ്ഞേ. സ്പ്രിംഗിൽ അത് ഓവർഫ്ലോ ചെയ്യും. സ്പ്രിംഗിൽ അത് കവിഞ്ഞൊഴുകും. പക്ഷേ വിന്റർ വരുമ്പോ എന്ത് സംഭവിക്കും? അവിടെ ഹിമം കൊണ്ട് അങ്ങ് നിറയും. But when the hot weather, ചൂട് വരുമ്പോൾ
വെള്ളം കാണുന്നില്ല, ചൂട് കാരണം വെള്ളം ഇല്ലാതാകുന്നു. ഇതുപോലാ നിങ്ങൾ. താഴെ പറയുന്നു, നമുക്ക് ദഹിക്കാത്ത ചില വാക്കുകൾ, മനസ്സിലാകാത്ത ചില വാക്കുകൾ. താർത്ഥങ്ങൾ വഴി വിട്ടുതിരിഞ്ഞു ചെല്ലുന്നു. അവ എങ്ങനെയാണ്? തോട് പോലെ നിങ്ങൾ എന്നെ ചതിച്ചു എന്ന് പറയുമ്പോൾ ഈ തോട് ആർക്കാണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറയുക? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, ഞാൻ വേഗത്തിൽ നിർത്തിക്കോളാം, ഇതുകൂടെ പറഞ്ഞ് നിർത്തിക്കോളാം. തോട് പോലെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ എന്താ തോടിന്റെ പ്രശ്നം? ആരാ ഈ തോടിനെ ഇത്ര ആശ്രയിക്കുന്നേ? അതാണ് താഴെ പറയുന്ന വാക്ക്. താർത്ഥങ്ങൾ വഴി വിട്ടുതിരിഞ്ഞു ചെല്ലുന്നു, അവ മരുഭൂമിയിൽ ചെന്ന് നശിച്ചു പോകുന്നു. തേമയുടെ താർത്ഥങ്ങൾ തിരിഞ്ഞു നോക്കുന്നു, ശെബയുടെ യാത്രാഗണം അവയ്ക്കായി പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിച്ചത് കൊണ്ട് അവർ ലജ്ജിക്കുന്നു, അവിടുത്തോളം ചെന്ന് നാണിച്ചു പോകുന്നു. അല്ല, മനസ്സിലായോ? മെസ്സേജ് മറക്കല്ലേ. യോബിന്റെ സ്നേഹിതർ ഒരു തോട് പോലെ യോബിനെ ചതിച്ചു, അല്ലെങ്കിൽ വിശ്വസിപ്പാൻ യോഗ്യതയില്ലാതെ മാറി. എന്താണ് തോടിനെ പറയാൻ കാര്യമെന്ന് പറയാം. ഈ തോട് വലിയൊരു പ്രതീക്ഷയാണ്. തോടിന്റെ കുറ്റം ഇവിടെ പറയുന്ന ഉപമയാണ്, നമ്മൾ കാവ്യാത്മകമാണ്. എന്താ പ്രശ്നം ചോദിച്ചാൽ, താർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് കാരവൻസ്. രണ്ട് രീതിയിലാണ് കാരവൻ. ഒന്ന് വെഹിക്കിളായി പറയും, അതായത് അവിടെ തന്നെ ഉണ്ടുമുറങ്ങി കുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ വണ്ടികൾ, വലിയ എന്താണ് മരുഭൂമിയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന, ദീർഘദിവസങ്ങൾ യാത്ര ചെയ്യാൻ കഴിയുന്ന ക്യാമ്പ് ചെയ്ത് താമസിച്ച് യാത്ര ചെയ്യുന്നതൊക്കെ. ഈ ഇവിടുത്തെ അർത്ഥം എന്നാണെന്നറിയാവോ? അതല്ല. രണ്ടാമത്തെ അർത്ഥം എന്ന് ചോദിച്ചാൽ, സാർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൂടെ കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്ന വ്യാപാരികളും അവരുടെ മൃഗങ്ങളുമായ വലിയൊരു കൂട്ടം. തേമയുടെ സാർത്ഥങ്ങൾ, ശെബയുടെ യാത്രാഗണം. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്, മൃഗങ്ങളുടെ കൂട്ടവും മനുഷ്യരുടെ കൂട്ടവും എല്ലാം കൂടെ എന്താ പറയുക, കൂട്ടം കൂട്ടമായി വ്യാപാരത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി സഞ്ചരിക്കുന്നതിന് പറയുന്നതാണ് സാർത്ഥങ്ങൾ, അല്ലെങ്കിൽ കാരവാൻസ്. കാരവാൻസ് രണ്ടർത്ഥമാണ്. ഒന്ന് വെഹിക്കിൾ എന്നർത്ഥം, രണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കൂട്ടമായ സഞ്ചാരികൾ. എന്താ തോടുമായിട്ട് ബന്ധം പറയാം. സ്വാർത്ഥങ്ങൾ ഇങ്ങനെ വഴി വിട്ടുതിരിഞ്ഞ് ചെല്ലുന്നു, അവ മരുഭൂമിയിൽ ചെന്ന് നശിച്ചു പോകുന്നു. അവയ്ക്ക് എന്ത് വേണോന്നറിയാമോ? അവയ്ക്ക് വെള്ളം വേണം. അതാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഇത് caravans turn aside to be refreshed, but there is nothing to drink, so they die. ഈ സാർത്ഥങ്ങൾ കൂട്ടസഞ്ചാരികൾക്ക്, വ്യാപാരികൾക്ക്, മൃഗക്കൂട്ടങ്ങൾക്ക് എന്തു വേണമെന്നറിയാവോ? മരുഭൂമിയിൽ അതേ ഉറവകളുണ്ട്, വെള്ളമുണ്ട്. അവ അത് പ്രതീക്ഷിച്ച് അടുത്തേക്ക് വരുമ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിൽ തോട് ഉപകരിക്കപ്പെടുന്നില്ല. അവ പ്രതീക്ഷിച്ചു വരുന്നു, വെള്ളം കിട്ടിയില്ലെങ്കിൽ അവർ മരിച്ചു. ഏകദേശം നിങ്ങളെ കരയ്ക്കടുപ്പിച്ചിട്ടേ ഞാൻ നിർത്തത്തുള്ളൂ, നടുക്കടലിൽ ഇട്ടിട്ട് പോത്തില്ല, പേടിക്കണ്ട. അപ്പൊ അങ്ങനെ ഈ കൂട്ടമായി സഞ്ചാരികൾ യാത്ര ചെയ്യുകയാണ്. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർ ഈ വെള്ളം കിട്ടുന്ന തോടുകൾ അവർക്ക് കൃത്യമായി പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുള്ള തോടുകളിലേക്ക് അവർ ചെല്ലുമ്പോൾ, അത് വിന്റർ സീസൺ ആണെങ്കിൽ അത് ഫ്രോസൺ ആയി കിടന്നാൽ അവർക്ക് വെള്ളം കിട്ടത്തില്ല. അത് സമ്മറായി വെള്ളം വറ്റിപ്പോയാൽ അവർക്ക് വെള്ളം കിട്ടത്തില്ല. അവർക്കും അവരുടെ കൂട്ടയുള്ളവർക്കും മൃഗങ്ങൾക്കും കിട്ടിയില്ലെങ്കിൽ അവർ മരിച്ചു. തേമയിൽ നിന്നുള്ള സഞ്ചാരികൾ, ഷേബയിൽ നിന്നുള്ള സഞ്ചാരികൾ, they hope to find it. വലിയ പ്രതീക്ഷയോടെ വന്നത്. They count on it. അവരത് എണ്ണിയിരുന്നു, അവരത് ലക്ഷ്യം വെച്ചിരുന്നു. But are disappointed. അവർ നിരാശരായി പോയി. When they arrive, അവരെത്തുമ്പോൾ their hopes are dashed. അവരുടെ പ്രതീക്ഷകൾ തകർന്നുപോയി. 21, നിങ്ങളും ഇപ്പോൾ അതുപോലെ ആയി. വിപത്ത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നു. ഞാൻ എന്റെ വാക്കുകളെ വേഗത്തിൽ നിർത്താം, ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മരുഭൂമിയിലെ സഞ്ചാരികൾ, വ്യാപാരികൾ
കൂട്ടം കൂട്ടമായി സഞ്ചരിച്ചു വരുന്നവർക്ക് ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ഈ തോടിന്റെ അടുത്ത് വന്നാൽ വെള്ളം കിട്ടും. അത് കിട്ടിയാലേ അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷേ കാലാവസ്ഥ വ്യതിയാനത്തിൽ, അത് ഹിമമാണെങ്കിൽ, അത് തണുപ്പാണെങ്കിൽ, ചൂടാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലെ വെള്ളം അവിടെ കിട്ടത്തില്ല. വലിയ പ്രതീക്ഷയോടെ വരുമ്പോൾ വെള്ളമില്ലാതെ അവർ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് അവരുടെ പ്രതീക്ഷ അറ്റുപോകുന്നല്ല നിങ്ങളിപ്പോൾ എന്നോട് ചെയ്തത്. ഞാൻ ഇങ്ങനെ അല്ല നിങ്ങളിത് പ്രതീക്ഷിച്ചത്. നിങ്ങളിങ്ങനെ സീസണൽ ബ്രൂക്കിനെ പോലെ, കാലാവസ്ഥ വ്യതിയാനത്തിൽ തോട് മാറുന്ന പോലെ എന്റെ ജീവിത വ്യതിയാനത്തിൽ ദൈവം എന്നെ തകർത്തിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങൾ എന്നെ ചതിച്ചു. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. നിങ്ങൾക്ക് അത് പിടികിട്ടി എന്ന് മനസ്സിലാക്കുന്നു. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുന്നു. നമ്മൾ പ്രാർത്ഥിക്കാനായി ഒരുങ്ങുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് തുടരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ തീർക്കാം. കോണ്ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ ഗ്രഹിച്ചാട്ടെ. ആദ്യത്തെ മെസ്സേജ് എനിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ റൈറ്റ് ഇല്ലേ എന്ന് ചോദിച്ചിട്ടാണ് എന്ത് പറയുന്നത്. കാട്ടുകഴുതയുടെയും കാളയുടേതും വെള്ളയുടെ മുട്ടയുടെ വെള്ളയുടേതും ഉപ്പില്ലാത്ത ആഹാരത്തെ കുറിച്ച് പറയുന്നതിന്റെ ഉദ്ദേശം എന്നെ ചോദിച്ചാൽ, ഇതൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുമോ? നിങ്ങളും ഒന്ന് ശബ്ദം വെക്കത്തില്ലേ? നിങ്ങളും ഇത്ര നിസ്സാരമായ കാര്യങ്ങൾക്ക് മനുഷ്യനും മൃഗങ്ങളും ഒക്കെ കംപ്ലൈന്റ് ചെയ്യുന്നെങ്കിൽ ഈ ഇൻഫെക്റ്റഡ് ആയിരിക്കുന്ന സ്പിരിറ്റുള്ള എനിക്കൊന്ന് കംപ്ലൈന്റ് ചെയ്യാൻ കഴിയത്തില്ലേ? ഇനി നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങള് ജീവിതം പഠിച്ചു, എന്നെ പഠിപ്പിച്ചു, ഞാനതെല്ലാം ഏറ്റെടുത്തോളാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളെ കുറിച്ചുള്ള എന്റെ കംപ്ലൈന്റ്, നിങ്ങൾ എന്നെ ചതിച്ചു. അതായത് നിങ്ങൾ അൺറിലയബിളാ. നിങ്ങളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ ജീവിതത്തിലെ വിപത്ത് കണ്ടിട്ട്, എന്റെ ജീവിതത്തിലെ ഈ വ്യതിയാനം കണ്ടിട്ട്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ വിശ്വസിപ്പാൻ യോഗ്യതയില്ലാത്ത സ്നേഹിതരായി മാറി. സഞ്ചാരികൾ, കാരവൻസ്, സ്വാർത്ഥങ്ങൾ, വളരെ പ്രതീക്ഷയോടെ മരുഭൂമിയിൽ സഞ്ചരിക്കുന്നവർ ലക്ഷ്യം വെക്കുന്ന തോടിലേക്ക് വരുമ്പോൾ അവർക്ക് വെള്ളം കിട്ടാതെ അവിടെ അവർ തകർന്നു പോകുന്ന പോലെ എന്റെ പ്രതീക്ഷ, നിങ്ങൾ എന്നോടൊപ്പം 7 ദിവസം മൗനമായി ഇരുന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന്. എന്റെ വാ തുറന്നപ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറി, എനിക്കിപ്പോ നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യോബ് കാവ്യാത്മകമായി അവരുടെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായി തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ആശ്വസിച്ചോട്ടെ. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചോട്ടെ. ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു വായിക്കുമ്പോൾ. സത്യസത്യമായി പറയാ, സാർത്ഥങ്ങളും അറിയില്ല, ഒരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു ഇതെങ്ങനെ. ഞാൻ ഓൾറെഡി വേഴ്സ് ബൈ വേഴ്സ് അല്ലേ എടുക്കുന്നത്. വേണമെങ്കിൽ എനിക്കൊക്കെ സ്കിപ്പ് ചെയ്യാം, നിങ്ങൾ ആരും എന്നോട് ചോദിക്കത്തില്ല. പക്ഷെ എന്റെ ഹൃദയത്തിൽ വായിച്ചപ്പോൾ ആഴമായി പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ എനിക്ക് തോന്നി ദൈവമക്കളോടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. സ്വാർത്ഥങ്ങൾ, സഞ്ചാരികൾ, കൂട്ടമായി നടക്കുന്നവർ, പ്രതീക്ഷിച്ചു വരുന്ന തോട് ചതിക്കുന്ന പോലെ നാം നമ്മുടെ പ്രിയപ്പെട്ടവരെ ചതിക്കുമോ? നാം അവരോട് അൺറിലയബിൾ ആയിരിക്കുമോ? അവർ വലിയ പ്രതീക്ഷയോടെ അവരുടെ സങ്കടങ്ങൾ പറയാൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെ ചതിക്കുന്ന, വിശ്വസ്ത യോഗ്യമല്ലാത്ത സ്നേഹിതരായി, സഹോദരങ്ങളായി നമ്മൾ മാറുമോ? അതോ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ചേർത്ത് നിർത്തുന്നവരായി നമ്മൾ മാറും? അതിനായി നമ്മളെ ഒരുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.